പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ എന്ന് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കഴിഞ്ഞ പകൽക്കാലം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ദൈവകൃപയാൽ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നില്ലേ? കർത്താവിൻ്റെ കൃപയല്ലേ? കർത്താവല്ലേ നമ്മളെ ഉണർത്തിയത്? ആമേൻ. അതേ, കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി കർത്താവ് നടത്തുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറാതെ, നമ്മുടെ സകല വഴികളിലും നമ്മളെ കാപ്പാൻ തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കും പറയാം, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ. 115-ാം സങ്കീർത്തനം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം കർത്താവിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ വിവിധ ടൈം സോണുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസുകൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മുകളിൽ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുവാൻ ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലത്തെയും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഓവർകം ചെയ്യുന്ന ഒരാത്മശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് പകരുന്നതിനായി സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം സ്തോത്രം. അടിവയറ്റിൽ അനുഭവപ്പെടുന്ന വേദന നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. എല്ലാ യൂറിനറി ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. ശരീരത്തിലുള്ള ഗ്രോത്തുകൾ, അനാവശ്യമായ ഗ്രോത്തുകൾ, അൺവാണ്ടഡായ ഗ്രോത്തുകൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ റിമൂവായി പോകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ട്യൂമറുകളും സിസ്റ്റുകളും ഫൈബ്രോയിഡുകളും യേശുവിൻ്റെ നാമത്തിൽ റിമൂവായി പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് നടക്കട്ടെ. അതുപോലെ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകുന്നതിനായി സ്തോത്രം. വലിയ ഉണർവ് സംഭവിക്കുന്നതിനായി സ്തോത്രം.
കർത്താവിൻ്റെ നാമം ഇന്ന് മഹിമപ്പെടുവാൻ ഇടവരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ മീറ്റിംഗ് ഇന്ത്യൻ സമയം രാവിലെ 8 മണിയോടുകൂടെ ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആരും തന്നെ ഇന്നത്തെ സഭായോഗത്തെ മിസ് ചെയ്യരുത്. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പ്രഭാതത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 12 സംവത്സരമായി രക്തസ്രവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി, ആമേൻ, യേശുവിനെ കുറിച്ചുള്ള സ്തുതി കേട്ടിട്ട് അവൾ യേശുവിനെ കാണുവാനായിട്ട് വരികയാണ്. അവൾ വരുമ്പോൾ അവിടെ ഹൃദയത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്ങാനും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. എന്ന് വെച്ചാൽ, ഇൻ കേസ് എനിക്ക് കർത്താവിൻ്റെ മുഖാമുഖം കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും, കർത്താവ് എന്നെ തൊട്ടില്ലെങ്കിൽ പോലും, ഞാൻ അവൻ്റെ വസ്ത്രത്തിന് തുമ്പിൽ ഒന്ന് തൊടാൻ സാഹചര്യം കിട്ടിയാൽ ഞാൻ സൗഖ്യമാകും എന്ന വിശ്വാസം അവിടെ അധരങ്ങളിലൂടെ അവൾ ഉരുവിട്ടുകൊണ്ടാണ് ഈ പൊതുജനത്തിന് നടുവിലൂടെ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഒന്നോർത്ത് നോക്കി, എന്തെല്ലാം പ്രതികൂലങ്ങളെ അതിജീവിച്ച അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. കാരണം അന്നത്തെ സമ്പ്രദായ പ്രകാരം ഈ രക്തസ്രവമുള്ള സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഇറങ്ങി നടക്കുന്നു എന്നറിഞ്ഞാൽ അവളെ കല്ലെറിയുവാൻ അന്നത്തെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അതിജീവിച്ച് അവക്കറിയാം, ഏത് ന്യായപ്രമാണം ഉണ്ടെങ്കിലും ഞാൻ യേശുവിൻ്റെ ആ വസ്ത്രത്തിന് തുമ്പിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇതായിരുന്നു അവിടെ ഫെയ്ത്ത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു, അവിടെ മനസ്സിൽ അവൾ ഉറപ്പിച്ചു, ഞാൻ അവൻ്റെ വസ്ത്രത്തുമ്പിൽ തൊട്ടാൽ സൗഖ്യമാകും. ആ ഒരു ഉറപ്പോടുകൂടെ അവൾ വന്ന് യേശുവിനെ തൊടുക. അപ്പോൾ യേശു ഉടനെ പറയുക, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ, അങ്ങിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നത്? ഇത്രയും ജനം തിക്കി തിരക്കി നിൽക്കുമ്പോൾ അങ്ങേ ആരാ തൊട്ടെന്ന് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. അപ്പം ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അങ്ങനല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ഒത്തിരി പേർ എന്നെ തൊടുന്നുണ്ട്, ഒത്തിരി പേർ എന്നെ മുട്ടി നടക്കുന്നുണ്ട്, ഒത്തിരി പേര് ചർച്ച വരുന്നുണ്ട്, ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ഒത്തിരി പേര് പ്രസംഗം കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി എൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ വിശ്വാസത്തോടെ തൊട്ടിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സ്ത്രീയെ വെളിപ്പെടുത്തുന്നു. സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വരുന്നു. യേശു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ അഭിഷേകം നിന്നെ രക്ഷിച്ചു എന്നല്ല, നിന്റെ ഉപവാസം നിന്നെ രക്ഷിച്ചു എന്നല്ല, നിന്റെ വിശുദ്ധി നിന്നെ രക്ഷിച്ചു എന്നല്ല. അവളോട് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഫെയ്ത്ത് എവിടെ ഉണ്ടോ അവിടെ എന്തുണ്ട്? അവിടെ അഭിഷേകം വ്യാപരിക്കുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ എവിടെ വിശ്വാസമുണ്ടോ അവിടെ അഭിഷേകം ആകർഷിക്കപ്പെടുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടേക്ക് അഭിഷേകം ഒഴുകും. അഭിഷേകം ഒഴുകും. വിശ്വാസം അഭിഷേകത്തെ ആകർഷിക്കുമ്പോൾ സംശയം അഭിഷേകത്തെ നമ്മളിൽ നിന്ന് ദൂരേക്ക് മാറ്റിക്കളയും. ഒന്നുകൂടെ പറയാം, വിശ്വാസം ദൈവശക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുമ്പോൾ സംശയം നമ്മളിൽ നിന്ന് ദൈവശക്തിയെ ദൂരത്താക്കി കളയും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദൈവശക്തിയും അല്ലെങ്കിൽ അഭിഷേകവും വിശ്വാസത്തെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെ വിശ്വാസം സജീവമാകുന്നു അവിടെ അഭിഷേകത്തിൻ്റെ എണ്ണ ഒഴുകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം റെസ്പോണ്ട് ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്. ആരാണ് വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. ആര് ചർച്ചിൽ പോകുന്നു അവർക്ക് വേണ്ടി നല്ല എഴുതിയിരിക്കുന്നത്. ആര് ഉപവസിക്കുന്നു അവർക്ക് വേണ്ടി നല്ല എഴുതിയിരിക്കുന്നത്. ആര് അങ്ങനെ ഇങ്ങനെയെന്നല്ല, ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ രോഗസൗഖ്യമാണോ? വിശ്വസിക്ക്. ഒരു കുടുംബജീവിതത്തിൽ ഒരു ഡെലിവറൻസ് ആണോ? വിശ്വസിക്ക്. ഹല്ലേലൂയ. ശരീരത്തിൽ ഒരു ഡെലിവറൻസ് ആണോ? വിശ്വസിക്ക്. എന്ത് തന്നെയാണെങ്കിലും വിശ്വാസം കൂടാതെ ദൈവശക്തിയെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. റിസീവ് യുവർ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുക. രോഗസൗഖ്യം പ്രാപിക്കുക. ദൈവത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുക.
ഡെലിവറൻസ് പ്രാപിക്കുക, ദൈവത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുക, ജീവിതത്തിൽ ജയം പ്രാപിക്കുക. എങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും? വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയും. 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആമേൻ, ആ രക്തസ്രവക്കാരി സ്ത്രീ ആണ്ടുകൾക്ക് മുമ്പ് സ്വീകരിച്ചതുപോലെ വിശ്വാസത്താൽ ദൈവശക്തിയെ സ്വീകരിച്ച് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എവിടെ വിശ്വാസമുണ്ടോ അവിടേക്ക് ദൈവശക്തി ഒഴുകും. എവിടെ സംശയമുണ്ടോ അവിടെ നിന്ന് ദൈവശക്തി അകന്നു പോകുമ്പോൾ, എവിടെ വിശ്വാസമുണ്ടോ അവിടേക്ക് ദൈവശക്തി ഒഴുകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, അഭിഷേകത്തെ ആമേൻ, ദൈവശക്തിയെ സ്വീകരിക്കുന്ന വിശ്വാസമുള്ളവരായി തീരുക. അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരു ദിവസം കൂടെ നിങ്ങൾ കാത്തിരിക്കരുത്. ദിസ് ഈസ് യുവർ ഡേ ഓഫ് ഡെലിവറൻസ്. നിങ്ങളുടെ ജീവിതത്തിലെ വിടുതലിൻ്റെ ദിവസം ഇതാണ്. ദിസ് ഈസ് ദ ഡേ ഓഫ് യുവർ ഹീലിംഗ്. നിങ്ങളുടെ ആമേൻ, സൗഖ്യത്തിൻ്റെ ദിവസം ഇതാണ്. ആ സൗഖ്യത്തെ സ്വീകരിക്കുക, ജയാളികളായി മാറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.